ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് ചാർജർ കേബിളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾക്കറിയാം, നമ്മളെ ന്യൂ ജനറേഷനിൽ ഒരു പുതിയ തരം മൊബൈൽ സെയിൽസിൻ്റെ കാലത്ത് ഇപ്പോൾ നിലവിൽ അവർ ചാർജർ കൊടുക്കുന്നില്ല. കമ്പനികൾ ഡാറ്റ കേബിൾ കൊടുക്കാറുണ്ട്. നോർമലായിട്ടുള്ള സ്പീഡ് ഡാറ്റ കേബിളാണ് അധികം കമ്പനി കൊടുക്കാറ്. അതായത് വലിയ വലിയ കമ്പനികൾ, സാംസങ് പോലുള്ള കമ്പനികളൊക്കെ ഡാറ്റ കേബിൾ കൊടുക്കുമെങ്കിലും ഹൈ സ്പീഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കേബിളല്ല അതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് കമ്പനികളായിട്ടുള്ള അല്ലെങ്കിൽ വൺ പ്ലസ്, വിവോ, ഓപ്പോ തുടങ്ങിയിട്ടുള്ള മറ്റ് കമ്പനികളൊക്കെ അവർ ചില മോഡലിൽ ചാർജറും അതിൻ്റെ ഇപ്പം ഹൈ സ്പീഡ് ചാർജിങ് സപ്പോർട്ടുള്ള, അതായത് ഒരു 60 വാട്ട്സ് തന്നെ മുകളിലേക്ക് 100 വാട്ട്സ്, 120 വാട്ട്സ്, ഇപ്പം 240 വാട്ട്സ് വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ചാർജറുകൾ അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്, കൊടുക്കാത്ത കമ്പനിയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചാർജിൽ കൊടുത്തിരിക്കുന്ന, അതായത് ഒരു 60 വാട്ട്സിൻ്റെ മുകളിലേക്കൊക്കെ ചാർജ് നിങ്ങൾക്ക് ഫോണിൽ ചെയ്യണമെങ്കിൽ, 60 എന്തിന് 45 വാട്ട്സ് തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചാർജറിൻ്റെ ആ ഒരു ഡാറ്റ കേബിളും കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ പണ്ട് വിശ്വസിച്ചിരുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈൽ കമ്പനിയുടെ ഇപ്പം വരുന്ന ചാർജറും അതിൻ്റെ കേബിളും ആയിരിക്കും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി കിട്ടുക എന്നുള്ളത് ശരി തന്നെയാണ്. ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ സാംസങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സാംസങ്ങിൻ്റെ അപ്പുറം കമ്പനി തരുന്ന, നോർമൽ ഫോണിൻ്റെ അപ്പുറം കമ്പനി തരുന്ന ഒരു ചാർജർ കണക്ട് ചെയ്യാൻ പറ്റുന്ന USB കേബിൾ ഒരു 25 വാട്ട്സ്, 30 വാട്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ 45 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് സാംസങ് കമ്പനി തന്നിട്ടുള്ള ആ ഒരു ഡാറ്റ കേബിൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും സ്പീഡ് കിട്ടാൻ ചാൻസ് ഇല്ല. PD ചാർജർ ഉപയോഗിച്ച് ചാർജൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ചാർജിങ് സ്പീഡ് കിട്ടാൻ വേണ്ടി ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഹൈ സ്പീഡ് ചാർജ് ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള ഡാറ്റ കേബിൾ പ്രത്യേകം, ചാർജിങ് കേബിൾ പ്രത്യേകം തന്നെ വാങ്ങുക. കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും നമ്മൾക്ക് ആ ചാർജിങ്ങിൻ്റെ ഫുൾ സ്പീഡ്, നമുക്ക് ആ ഫോൺ നൽകിയിരിക്കുന്ന ചാർജിങ് കപ്പാസിറ്റിയുടെ ഫുൾ സ്പീഡ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ആമസോണിലോ മറ്റോ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വാട്ട്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ വാങ്ങാം. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ വീട്ടിൽ വയറിങ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ബോക്സ്, മീറ്റർ വെച്ച സ്ഥലത്ത്, ഇലക്ട്രിക് മീറ്റർ അല്ലെങ്കിൽ KCBയുടെ മീറ്റർ വെച്ച സ്ഥലത്ത് DBയിലേക്ക് നമ്മൾ വലിക്കുന്ന കേബിൾ ചിലപ്പം 4 സ്ക്വയറിൻ്റെ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ AC പോലുള്ള മറ്റുള്ള മെയിൻ പ്ലഗുകൾ ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഉപയോഗിക്കുന്ന വയറുകളും കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുള്ള വയറാണ്. പിന്നീട് നമ്മുടെ റൂമിലേക്കും ഫാനിലേക്കും ലൈറ്റ് കൊടുക്കുന്നത് കട്ടി കുറഞ്ഞ വയറുകൾ. അതുപോലെ തന്നെ ഈ ഒരുപാട് വാട്ട്സ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ചാർജറിൻ്റെ കേബിളിന് അത്ര തന്നെ പവർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം ഏകദേശം 100 വാട്ട്സ് വരെ എല്ലാ ചാർജറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പിലായാലും ടാബിലായാലും അതുപോലെ തന്നെ ഏതൊരു ഉപകരണത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരം ചാർജറാണ് PD ചാർജർ. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 2000-3000 രൂപയ്ക്കുള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനപ്പുറം ചിലപ്പോൾ നിങ്ങൾക്ക് കേബിൾ കിട്ടിയെന്ന് വരില്ല, സെപ്പറേറ്റ് കേബിൾ വാങ്ങേണ്ടി വരും. പക്ഷേ ഇത്തരത്തിൽ ഒരു ചാർജർ നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അത് ഉപകാരപ്പെടും. അതായത് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം, നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം Type-C വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഭാവിയിലേക്കും കൂടി ഫീച്ചർ ആകുന്ന തരത്തിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു PD ചാർജർ തന്നെ വാങ്ങാം. 100 വാട്ട് അല്ലെങ്കിൽ 120 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു PD ചാർജർ വാങ്ങി വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടില്ല 100-120 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു USB കേബിളും കൂടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ നമ്മുടെ ഗാഡ്ജറ്റ്സുകളും അതിൽ നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാർജറിന് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്ന 2 ഭാഗങ്ങളുണ്ട്. നോർമലായിട്ട് നമ്മൾ ചാർജറിന് വരുന്ന 2 കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് റെഡ്മി പാഡിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പം വീട്ടിലെ കുട്ടികളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ശ്രദ്ധിക്കാതെ ഇത് ഉപയോഗിച്ചിട്ട് ഈ സ്ഥലം പൊട്ടിപ്പോയി. ഞാനിവിടെ ഇപ്പം നിലവിൽ സെല്ലോ ടോപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്, കണ്ടില്ലേ ഈ സൈഡ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇവിടെയും നമ്മൾക്ക് പൊട്ടാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു സ്പ്രിങ് വാങ്ങാൻ കിട്ടും. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അതല്ല നിങ്ങളുടെ വീട്ടിൽ പഴയ നമ്മുടെ പെന്നൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പെന്നുകൾ, അത്തരം പെന്നിൻ്റെ അല്ലാതെ വേറെ സ്പ്രിങ് കിട്ടുകയാണെങ്കിൽ ആ സ്പ്രിങ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് നീണ്ടിരിക്കും. കാരണം ഇത്തരം ചാർജുകളിൽ മെയിനായിട്ട് ഈ ഒരു പ്രശ്നം സംഭവിക്കാന്നുള്ളത് ഇവിടെയാണ്. ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് വീണ്ടും പെട്ടെന്ന് കേടാവും. അല്ലാതെ ചാർജറിൻ്റെ ഉള്ളിൽ ഒന്നും പ്രശ്നം വരാറില്ല. ഈ ഒരു പ്ലാസ്റ്റിക്, ഇത് പണ്ടില്ല കാലത്തെ ചാർജർ, അതായത് ഒരു 1990കളിലെ ചാർജറുമാണെങ്കിൽ ഇപ്പോഴും നമ്മൾക്കത് പൊട്ടാണ് കാണും. പക്ഷേ പുതിയതായി നമ്മളെ മാർക്കറ്റിൽ വരുന്ന ഇത്തരം കേബിളുകൾ അത് പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന രീതിയിലാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിപ്പോൾ ചാർജറായാലും ശരി, ഹെഡ്ഫോൺ ആയാലും ശരി, ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന രീതിയിലാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡാമേജ് വരാനുള്ളത് ഈ ഒരു സ്ഥലത്താണ്. കാരണം ഇതിങ്ങനെ എപ്പോഴും മടങ്ങിക്കൊണ്ടിരിക്കും. ഫോൺ എടുക്കുമ്പോൾ കുത്തുമ്പോൾ ചിലപ്പോൾ തിരിച്ചായിരിക്കും, മറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു സ്പ്രിങ് കിട്ടാൻ പറ്റുമെങ്കിൽ
ഇവിടെ ഇടാം. ഇങ്ങനെ ഫോട്ടോയിൽ കാണിച്ചു തരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചാർജറിന് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ തന്നെ സ്പ്രിംഗ് ഇട്ട് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചാർജർ അധികാലം ചെയ്യാറുണ്ട്. ഈ ഒരു ചാർജർ ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ ചുട്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുക എന്നുള്ളത് അത് മാക്സിമം ചെയ്യാതിരിക്കുക. നിങ്ങൾ 2 ചാർജറും ഒരുപോലെ വെച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മടക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ള് വട്ടത്തിൽ കുത്തി ലാസ്റ്റ് ഇതിൽ ഇറക്കി വെക്കുന്ന രീതിയിൽ ചെയ്യരുത്. ചാർജർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള പുതിയ പ്ലാസ്റ്റിക്കുകളാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഇതിൻ്റെ കോട്ടിംഗ് ആണ് വരുന്നത്. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പം ആ 2 കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഇത്രയും വീഡിയോയിൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.